ആട്ടിൻപാലിനെക്കുറിച്ച് വിവരിക്കാമോ? പാവപ്പെട്ടവന്റെ പശു എന്നാണ് ആട് അറിയപ്പെടുന്നത്. പശുവിൻ പാലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആരോഗ്യകരമായത് ആട്ടിൻ പാലാണെന്ന് കരുതപ്പെടുന്നു. പശുവിൻ പാൽ തടി കൂടാൻ കാരണമാകുന്നതും ആട്ടിൻ പാൽ മെലിയാൻ വഴി ഒഴുക്കുന്നതുമാണ് എന്നത് അംഗീകരിക്കപ്പെട്ട പൊതുധാരണയാണ്. പശുവിൻ പാൽ പതിവായി കഴിക്കുന്ന കുട്ടികളിൽ അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അതുപോലെ കഫത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആട്ടിൻ പാൽ കുടിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. പശുവിൻ പാലിലുള്ള ആൽഫ-S1 കേസിൻ എന്ന മാംസ്യ ഘടകമാണ് അലർജി ഉണ്ടാക്കുന്നത്. ആട്ടിൻ പാലിൽ ഈ ഘടകം പശുവിൻ പാലിലുള്ളതിന്റെ 11% ഉള്ളൂ. രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിൽ ആട്ടിൻ പാലിന് പ്രത്യേക കഴിവുണ്ട്. സെലിനിയം, കപ്രിക് ആസിഡ്, കപ്രിലിക് ആസിഡ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവയാണ്. ഇവ ഏറ്റവും അധികം ആട്ടിൻ പാലിലാണ് ഉള്ളത്. പശുവിൻ പാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ മുകളിൽ പാട കെട്ടുകയും അതിന് താഴെ കൊഴുപ്പ് കുറഞ്ഞ വെള്ളപ്പാലായി മാറുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ആട്ടിൻ പാലിൽ ഇത്തരത്തിൽ പാടകെട്ടൽ ഉണ്ടാവില്ല. പാലിന്റെ ഘടനയിലുള്ള ഏകീകൃത സ്വഭാവമാണ് ഇതിന് കാരണം. ആട്ടിൻ പാലിലെ കൊഴുപ്പ് കണങ്ങൾ പശുവിൻ പാലിനേക്കാൾ ചെറുതാണ്. അതിനാൽ വേഗം ദഹിക്കുന്നതും കൂടുതൽ നല്ല രീതിയിൽ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുന്നതും ആട്ടിൻ പാലിലെ മാംസ്യഘടകങ്ങളാണ്. എല്ലായിനം പാലിലും ലാക്ടോസ് എന്ന പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹിക്കാനാവശ്യമായ എൻസൈമിന്റെ അഭാവം മൂലം ലാക്ടോസ് ഇൻടോളറൻസ് എന്ന അവസ്ഥയുണ്ടാകും. പശുവിൻ പാൽ കുടിക്കുന്നവരിൽ ലാക്ടോസ് ഇൻടോളറൻസ് മൂലമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. ആട്ടിൻ പാൽ കുടിക്കുന്നവരിൽ പൊതുവെ ഈ അവസ്ഥ കുറവാണ്. പശുവിൻ പാലിനേക്കാൾ മനുഷ്യശരീരത്തിന് കൂടുതൽ ഇണങ്ങുന്നത് ആട്ടിൻ പാൽ ആണെന്ന് പറയാം. ലിനോലീക് ആസിഡ്, അരഗിഡോണിക് ആസിഡ് തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് കൂടുതൽ ഗുണകരമായ നിരവധി ഫാറ്റി ആസിഡുകൾ ആട്ടിൻ പാലിൽ അടങ്ങിയിട്ടുണ്ട്. പശുവിൻ പാലിലുള്ളതിനേക്കാൾ പൊട്ടാസ്യം കൂടുതലായുള്ളത് ആട്ടിൻ പാലിലാണ്.